കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി കഴിഞ്ഞ ദിവസം CPM മുതിർന്ന നേതാവ് AK ബാലൻ, അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി 70 വയസ്സ് കഴിഞ്ഞതനുസരിച്ച് ഒഴിയുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെ AKG പാർട്ടി ഫ്ലാറ്റ് ഒഴിയുന്നു. അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം പാർട്ടിയെക്കുറിച്ചും പിണറായി വിജയനെയും കോടിയേരിയെ കുറിച്ചും MA ബേബിയെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ പങ്കുവച്ചിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടൊരു നീണ്ട FB പോസ്റ്റ് ഇട്ടു. അത് കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഈ പിണറായി വിജയനെ പറ്റി പലർക്കും ഒന്നും അറിയില്ല. അദ്ദേഹത്തെ പറ്റിയുള്ളൊരു വിലയിരുത്തൽ എന്തോ ഒരു മഹാഭീകരൻ, പക്ഷെ ഇത്രയും മനുഷ്യപ്പറ്റുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അടുത്തറിയാൻ സാധിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചില അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മറുപടി പോലെ ഇട്ടു. AK ബാലൻ്റെ വായിച്ചപ്പോൾ ഈ എന്തൊരു കോലാഹലമാണ് അതിനെതിരെ. ഇങ്ങേരെയാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത്? അതിനെ പിന്തുണച്ച് കുറെ കമൻസ് വന്ന, അതേസമയം അതിനെ എതിർക്കുന്ന ഒരു സമൂഹം ഈ പൊതുജീവിതത്തിൽ. അപ്പോ നമ്മൾ വിചാരിച്ച് എന്താ ഈ മനുഷ്യനെ, ഈ പിണറായി വിജയനെ ഇങ്ങനെ എതിർക്കുന്നു? ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട, ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റവും വേട്ടയാടിയ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്ത്, 2 ലീഡർ K കരുണാകരൻ. അപ്പൊ ഞാൻ CPM കാര്യം മാത്രമല്ല പറയുന്നത്. K കരുണാകരനെ വേട്ടയാടിയ രീതി, ഈ പറയുന്ന കേസിൽ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്ന കേസിൽ, ചാരക്കേസ്, ആ മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടി കോൺഗ്രസിൽ തന്നെ എത്രയോ പേര് അതിന് കൂട്ടുനിന്നു. ഇപ്പൊ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇര K കരുണാകരൻ, ലീഡർ K കരുണാകരനാണ്. ഒന്നാമത്തെ ഇര പിണറായി വിജയനാണ്. പൊതുസമൂഹത്തിൽ, പൊതുബോധത്തിൽ ഭീകര രൂപികളായിട്ട് ഇവരെ ചിത്രീകരിച്ചവര് ഇവിടുത്തെ മാധ്യമങ്ങൾ. അതേസമയം AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇവിടുത്തെ BJP നേതാക്കളും ഇവിടുത്തെ CPM വിഭാഗീയത എന്നൊക്കെ പറഞ്ഞിട്ട് VSന്റെ ചില നിലപാടുകൾ വന്നപ്പോൾ VSനെയും ഒക്കെ ഇവിടുത്തെ മാധ്യമ ലാളന എത്രമാത്രമാണ് കൊടുത്തത്. AK ആന്റണി ഒരു മാധ്യമ സൃഷ്ടി മാത്രമല്ലേ, ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ പിന്തുണ, VSനൊരു ഘട്ടത്തിൽ പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ പേരിൽ VSന് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്ത പിന്തുണ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ. പിണറായി വിജയനോ K കരുണാകരനോ ഇങ്ങനെ എന്തെങ്കിലും മാധ്യമ ലാളന കിട്ടിയിട്ടുണ്ടോ? കിട്ടാതെ പൊരുതി വന്നവരാണ്. ഇപ്പൊ ഇത് പറയാൻ കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ EK നായനാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച റെക്കോർഡ് ഇന്ന് ഈ വിഷു ദിനത്തില് പിണറായി വിജയൻ നേടിയെടുത്തിരിക്കുന്നു. അദ്ദേഹം K കരുണാകരനെ ലീഡറെ പിന്നിലാക്കി. അതായത് ഇപ്പോഴും മുന്നിൽ EK നായനാരാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് കേരളത്തിൽ ഇരുന്നത് 10 വർഷവും 353 ദിവസങ്ങളുമാണ്. 10 വർഷം 353 ദിവസങ്ങൾ. ദിവസങ്ങളുടെ മൊത്തം എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 4009 ദിവസങ്ങൾ EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇനി രണ്ടാം സ്ഥാനം K കരുണാകരനായിരുന്നു. K കരുണാകരന് നായനാർക്ക് 4009 ദിവസങ്ങളാണെങ്കിൽ K കരുണാകരന് 3246 ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ റെക്കോർഡ് ഈ വിഷു ദിനത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ മറികടന്നിരിക്കുന്നു. പിണറായി വിജയന് ഇനി ഒരു റെക്കോർഡ് മാത്രമേ മുമ്പിലുള്ളൂ, നായനാരുടെ റെക്കോർഡ് മാത്രമേ മുമ്പിലുള്ളൂ. അത് എന്താന്ന് വെച്ചാൽ വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വർഷം അസംബ്ലി ഇലക്ഷൻ നടക്കുന്നു, നിയമസഭ. പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കുമോ എന്നതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ നായനാരുടെ റെക്കോർഡും മറികടന്നിട്ട് കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആളെന്നുള്ള ബഹുമതി, ആദരവ്, റെക്കോർഡ് പിണറായി വിജയന് കിട്ടുമോ ഇല്ലയോ നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നിട്ട് കാണാം. പക്ഷെ ഇതൊരു ചരിത്രമാണ്. ഈ ചരിത്രം എന്തുകൊണ്ട് ഇങ്ങനെ തുടർഭരണം ഉൾപ്പെടെ, മറ്റേ തുടർഭരണമില്ല, മുന്നണി മാറി മാറി വന്നപ്പോഴാണ് നായനാർ ഈ റെക്കോർഡ് സ്ഥാപിച്ചതും K കരുണാകരൻ ഈ റെക്കോർഡ് സ്ഥാപിച്ചത്. ഇത് തുടർഭരണത്തിലൂടെയാണ് പിണറായി വിജയൻ ഈ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നിൽ അച്യുതമേനോനുണ്ട്. അച്യുതമേനോൻ മൊത്തം 2640 ദിവസങ്ങൾ, 7 വർഷം 2 മാസം 24 ദിവസങ്ങൾ. പിന്നെ മറ്റുള്ളവര്
അപ്പോൾ കൂടുതൽ കാലം കേരളം ഭരിച്ച രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് പിണറായി വിജയൻ ഈ വിഷു ദിനത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. പിന്നെ ഇന്ത്യയിലെ കണക്കെടുത്താൽ വേറെ അതിൻ്റെ ലിസ്റ്റുണ്ട്. ഏറ്റവും കൂടുതൽ ഇരുന്ന മുഖ്യമന്ത്രിമാർ പല കണക്കുകളുണ്ട്. ജ്യോതി ബാസു 23 വർഷം, മണിക് സർക്കാർ ത്രിപുരയിൽ 19 വർഷം, പിന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യ വെസ്റ്റ് ബംഗാളിൽ 10 വർഷം, അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ പിന്നെ നവീൻ പട്നായിക് 24 വർഷം ഒഡീഷ, കരുണാനിധി 18 വർഷം തമിഴ്നാട്, ജയലളിത 14 വർഷം തമിഴ്നാട്. അപ്പം ഇങ്ങനെ MGR 10 വർഷം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഇത് ഒരു റെക്കോർഡാണ്. ആ റെക്കോർഡ് സ്ഥാപിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയന് സാധിച്ചു എന്നത് മാത്രമാണ് നമ്മളിവിടെ ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും ആക്രമണങ്ങൾ നേരിട്ട, വിചാരണ നേരിട്ട ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വേറെ ഇല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയും പിണറായി വിജയൻ ഇനിയും ചരിത്രം കുറിക്കും, ഇനിയും ഇവിടെ തീരുന്നില്ല, ഇനിയും ചരിത്രം കുറിക്കും എന്ന് ആ ഒരു വാക്കോടുകൂടി ഈ വീഡിയോ ഞങ്ങളിവിടെ തൽക്കാലം നിർത്തുകയാണ്.